ഇന്നും അങ്ങനെ 2 ഓട്ടമാണ് കേട്ടോ പോയത്. എങ്ങോട്ടൊക്കെയാണ് ഓട്ടം പോയതെന്നും എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്നും നമുക്ക് ഇതിലൂടെ നോക്കാം. രാവിലെ അങ്ങനെ ഓട്ടം പോകാനായിട്ട് ഇറങ്ങിയതാണ്. വരുന്ന വഴി കുറച്ച് മോശമാണ്. ആ വഴി വന്ന് നേരെ കയറുന്നത് ആറിന്റെ ഫ്രണ്ടിലോട്ടാണ് കേട്ടോ. ഈ കാണുന്ന പൊളിഞ്ഞ വഴി കൂടെ വേണം എനിക്കിനി കയറിപ്പോവാൻ. ഒരു ഷോർട്ട് കട്ട് പിടിച്ചതാണ്. അങ്ങനെ ഇപ്പം ഞാൻ ദാണ്ടെ ജംഗ്ഷനിലെത്തിയേ. അങ്ങനെ ഇപ്പോൾ അവരുടെ വീട്ടിലെത്തി കാറും എടുത്തുകൊണ്ട് ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുവാണേ. ഇപ്പം ഞാൻ ഈ ഓട്ടം പൊക്കോണ്ടിരിക്കുന്നത് റാന്നിലോട്ടാണ് കേട്ടോ. റാന്നിയിലുള്ള സെന്റ് മേരി സ്കൂളിന്റെ പേരൻസ് മീറ്റിങ്ങിന് അവരെ കൊണ്ട് വന്നതാണേ. സ്കൂളിന്റെ ഫ്രണ്ടിലൊക്കെ വണ്ടി ആയതുകൊണ്ട് കുറച്ചിപ്പുറത്തോട്ട് മാറി ഒരു തണുപ്പ് കണ്ടെടുത്തോട്ട് വണ്ടി ഒതുക്കി. ഇനി ഉച്ചയ്ക്ക് 12 മണി കഴിയുമ്പോൾ എനിക്ക് അടുത്ത ഓട്ടം ഉള്ളതാണ്. ഇപ്പൊ സമയം 10:30 കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്നാൽ പിന്നെ ഇനി അവര് വരുന്നിടം വരെ വണ്ടിക്കകത്ത് അങ്ങ് കിടക്കാമെന്ന് വിചാരിച്ചു. കുറെ നേരം കഴിഞ്ഞിട്ട് അങ്ങനെ സമയം ഇപ്പൊ 11:45. അവസാനം വണ്ടിയുടെ വെളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ അവരെ ആ പരിസരത്ത് മൊത്തം നോക്കിയിട്ട് അവരെ അവിടെ അങ്ങ് കാണാനില്ല. അവസാനം ഒരു വിധത്തിൽ അവരെ കണ്ടുപിടിച്ചു. 12 മണിക്ക് അടുത്ത ഓട്ടം പോകേണ്ട ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ 12:15 കഴിഞ്ഞു. അടുത്ത ഓട്ടം പോകേണ്ടവരെ ഒരു വിധത്തിൽ പിടിച്ചു നിർത്തിയേക്കുവാണേ. സമയമില്ലാത്ത സമയത്ത് കഷ്ടകാലത്തിന് ഈ കാറിന്റെ പെട്രോൾ തീരാറായി. അങ്ങനെ അടുത്ത് കണ്ടൊരു പമ്പിലോട്ട് കയറി പെട്ടെന്ന് പെട്രോൾ അടിച്ചു. ഇതാന്ന് പറയുന്നതിന് മുമ്പേ അങ്ങനെ അവരുടെ വീട്ടിലെത്തിയേ. വണ്ടി കൊണ്ടുവന്നിട്ട് അങ്ങനെ അവരുടെ വീടിന്റെ ഒരു സൈഡിലോട്ട് നിർത്തിയിട്ടു. ആ കാണുന്ന ചുമന്ന കളറുള്ള ഇയോണിനാണ് കേട്ടോ ഞങ്ങൾ പോയത്. എന്റെ വണ്ടി എടുത്തുകൊണ്ട് ഇപ്പൊ അടുത്ത ഓട്ടം പോകേണ്ട വീട്ടിലെത്തി. ഈ കാണുന്ന ആൾട്ടോ കൊണ്ടാണ് കേട്ടോ ഇനിയും പോകുന്നത്. ഈ വണ്ടി കൊണ്ട് മിക്കപ്പോഴും എനിക്ക് ഓട്ടം കിട്ടാറുള്ളതാണ്. ആദ്യം പോയ ഓട്ടത്തിന് കുറച്ച് താമസം വന്നതുകൊണ്ട് ഇവിടെ ഞാൻ കുറച്ച് താമസിച്ചാണ് കേട്ടോ എത്തിയത്. അങ്ങനെ എത്ര താമസമൊക്കെ വന്നെന്ന് പറഞ്ഞാലും വീഡിയോ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കുവേ. ഓട്ടം പോയിട്ട് അങ്ങനെ അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണേ. വൈകുന്നേര സമയം ആയതുകൊണ്ട് ഷവർമ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഷവർമ കഴിച്ചു. ഇനിയിപ്പം നേരെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട്. അങ്ങനെ ഇപ്പോൾ അവസാനം വണ്ടി കൊണ്ടുവന്ന് അവരുടെ വീട്ടിലിട്ടു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.